പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുനരുദ്ധാനം ചെയ്ത് ഈ ദിവ്യ സക്രാരിയിൽ ഏറ്റവും സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പുനരുദ്ധാനം ചെയ്ത ഈശോയെ, അങ്ങയുടെ ഉയർപ്പിൻ്റെ ആനന്ദത്തിൽ പങ്കുകാരാകാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇത് കർത്താവ് സൃഷ്ടിച്ച ദിവസമാണ്. നമുക്ക് ആനന്ദിച്ചാഹ്ലാദിക്കാം. മനുഷ്യാവതാരം ചെയ്ത ഈശോ ഉയർത്തെഴുന്നള്ളിയിരിക്കുന്നു. ക്രിസ്മസും ആനന്ദസമുദായകമായ തിരുനാളാണ്. ക്രിസ്മസ് മധുരമായ ഒരു തന്ത്രി മീട്ടുമ്പോൾ ഉയർപ്പ് വിജയകാഹളം മുഴക്കുന്നു. ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ ആനന്ദമാണ് ഉയർപ്പ് തിരുനാളിനുള്ളത്. ഈ തിരുനാളിൻ്റെ ആനന്ദം സത്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഈ രണ്ട് വശങ്ങളും വിശദമാക്കിയിട്ടുണ്ട്. പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമാകുന്ന പുളിമാവ് കൊണ്ടല്ല, പ്രത്യുത പരമാർത്ഥതയും സത്യസന്ധതയുമാകുന്ന പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം. ഈ ലോകത്തിൽ ദുർബലമായ അടിസ്ഥാനത്തോടു കൂടിയ ക്ഷണികാനന്ദങ്ങൾ പലതുണ്ട്. എന്നാൽ ഉയർപ്പിൻ്റെ ആനന്ദം സത്യത്തിൽ അധിഷ്ഠിതമാണ്. ഈശോ ലോകത്തിന് നൽകിയതും പുനരുദ്ധാനം കൊണ്ട് ദൃഢവൽകൃതമാക്കിയതുമായ സത്യത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ലെന്നും നമ്മുടെ ശരണം മൃതനിലല്ല ജീവപരിപൂർണതയുള്ളവനിലാണെന്നും പുനരുദ്ധാനം പ്രസ്പഷ്ടമാക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഈശോ തന്നെ അരുളി ചെയ്യുന്നു, ഞാൻ ജീവനും ഉയർപ്പുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ആത്മാർത്ഥമായി സത്യത്തെ അന്വേഷിക്കുന്ന ആത്മാക്കൾക്ക് മാത്രമേ പുനരുദ്ധാനത്തിൽ പൂർണ്ണമായി ആനന്ദിക്കുവാൻ കഴിയൂ. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മാനസാന്തരത്തിന് നമുക്കുള്ള ആവശ്യവും ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആത്മാർത്ഥതയുള്ളവരാകുന്നുള്ളൂ. നമ്മുടെ നീചത്വത്തെപ്പറ്റി ബോധവാന്മാരാണെങ്കിൽ മാത്രമേ ദുരാശകളാകുന്ന പഴയ പുളിമാവ് മാറ്റിക്കളഞ്ഞ് ഉയർത്തെഴുന്നേറ്റ മിശിഹായിൽ നാം നവീകൃതരാവുകയുള്ളൂ. സ്നേഹചൈതന്യത്തോടെ സത്യത്തെ നാം അനുധാവനം ചെയ്യണം. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏകഹൃദയരാകാൻ അങ്ങേ സ്നേഹചൈതന്യം ഞങ്ങളിൽ ചിന്തണമേ. പരസ്നേഹവും ഐക്യവുമില്ലാത്തടത്ത് പെസഹായുടെ യഥാർത്ഥ ആനന്ദമുണ്ടാവുകയില്ല.
വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തില് 16-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്, സൂര്യോദയത്തിൽ 10 സ്ത്രീകൾ കുഴിമാടത്തിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ അവർ പരസ്പരം ചോദിച്ചു, കുഴിമാടത്തിന്റെ വാതിൽക്കൽ നിന്ന് ആര് നമുക്ക് കല്ല് മാറ്റിത്തരും? കല്ലിന്റെ വലിപ്പവും ഭാരവും പരിഗണിക്കുകയാണെങ്കിൽ അവരുടെ ഉത്കണ്ഠ സ്ഥാനസ്ഥിതമാണെന്ന് കാണാം. എങ്കിലും അവർ പിന്മാറിയില്ല. ഈശോയെ കാണാനുള്ള ആഗ്രഹം അതിതീവ്രമായിരുന്നു. എന്നാൽ അവർ കുഴിമാടത്തിലെത്തിയപ്പോൾ കല്ല് മാറ്റിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അവർ കുഴിമാടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു മാലാഹ അവരെ അഭിവാദനം ചെയ്തു. അവിടുന്ന് ഇവിടെയില്ല, ഉയർത്തു കഴിഞ്ഞു. ഈശോയെ അവർ കണ്ടുമില്ല. മാലാഹമാരുടെ ആജ്ഞയനുസരിച്ച് പുനരുദ്ധാന വാർത്ത അവർ ശിഷ്യരുടെ അടുക്കലെത്തിച്ചു. പിന്നീട് അവിടുന്ന് അവരെ കണ്ട് അഭിവാദനം ചെയ്തു. അപ്പോൾ അവരുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. കർത്താവിനെ കാണാൻ നമുക്കും അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ കുറേയേറെ കാലമായിരിക്കാം നാം അവിടുത്തെ അന്വേഷിച്ചു തുടങ്ങിയിട്ട്. ഈ ആഗ്രഹത്തോടൊപ്പം അവിടുത്തെ കാണുന്നതിനുള്ള പ്രതിബന്ധങ്ങളെപ്പറ്റിയും നാം ബോധവാന്മാരായിരിക്കണം. അവിടുത്തെ കാണുന്നതിനും അവിടത്തേക്ക് പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുന്നതിനും അവിടുന്ന് നമ്മളിൽ വിജയം വരിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന ഭാരമേറിയ കല്ല് ആര് മാറ്റിത്തരുമെന്ന് നമുക്ക് ഉത്കണ്ഠയുണ്ടായിരിക്കാം. പ്രസാദവരത്തിന്റെ സഹായത്തോടെ ഏതാനും പ്രതിബന്ധങ്ങൾ നീക്കിക്കളഞ്ഞു. എന്നാൽ കർത്താവിനെ 1 2 വർഷമോ ദിവസമോ അന്വേഷിച്ചാൽ പോരാ, ജീവിതം മുഴുവൻ അന്വേഷിക്കണം. 10 സ്ത്രീകളെ പോലെ കർത്താവിനെ അന്വേഷിക്കണം. അത് നമ്മുടെ അഭിനിവേശമായിരിക്കണം. ദിവ്യ സഹായത്തെപ്പറ്റി നാം ബോധവാന്മാരായിരിക്കണം. നമ്മുടെ ശക്തിക്ക് എത്തിച്ചേരാൻ അസാധ്യമായിടത്തേക്ക് കർത്താവ് നമ്മളെ എത്തിക്കും. നമുക്ക് അസാധ്യമായത് അവിടുന്ന് നിർവഹിക്കും. ഉയർപ്പ് എല്ലാ വർഷവും ആധ്യാത്മിക നവീകരണ ഘട്ടമാണ്. പുനരുദ്ധാനം ചെയ്ത ഈശോയെ അനുകരിച്ച് നാം ജീവിതം നയിക്കാൻ ഈ തിരുനാൾ ഉത്തേജനം നൽകുന്നു. വിശുദ്ധ ആഗസ്തിനോസിനോടൊപ്പം ഈശോയെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, നല്ലവനും പ്രസാദനുമായ ഈശോ, ഞങ്ങളുടെ പാപങ്ങളെ പ്രതി അങ്ങ് മരിച്ചു. ഞങ്ങളുടെ നീതീകരണത്തിനായി അങ്ങ് ഉയർത്തെഴുന്നള്ളി. അങ്ങയുടെ പുനരുദ്ധാനത്തിൽ യഥാർത്ഥമായ ഒരു ഓഹരി ലഭിക്കുന്നതിന് എൻ്റെ പാപങ്ങളും തിന്മകളുമാകുന്ന കുഴിമാടത്ത് നിന്ന് ഞങ്ങളെ ഉയർപ്പിക്കണമെന്ന് പ്രതാപമേറിയ അങ്ങയുടെ പുനരുദ്ധാനത്തെക്കുറിച്ച്
ഞങ്ങൾ യാചിക്കുന്നു. എത്രയും കാരുണ്യവാനായ കർത്താവേ, അങ്ങ് വിജയമഹത്വത്തോടെ സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. സർവശക്തനായ അങ്ങ് എന്നെ അങ്ങയുടെ അടുക്കലേക്ക് ഉയർത്തണമേ. അങ്ങ് എന്നെ വിളിക്കുമ്പോൾ അങ്ങയുടെ തൈലങ്ങളുടെ സൗരഭ്യത്തിൽ മടുപ്പ് കൂടാതെ ഞാൻ ഓടുവാനിടയാകട്ടെ. ഞങ്ങളുടെ ആത്മാവ് ദാഹിക്കുന്നു. നിത്യമായ സംതൃപ്തി ജനിപ്പിക്കുന്ന ദിവ്യ അരൂപിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവന്റെ ഉറവയിൽ നിന്നും വേണ്ടുവോളം കുടിച്ച് എന്നും ജീവിക്കുന്നതിന് അഗാധത്തിൽ നിന്ന് ഈ ഉറവയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രതാപത്തിലെത്തിച്ചേരുന്നത് വരെ ക്ഷീണിക്കാതെ പറക്കാൻ ഞങ്ങളുടെ ആത്മാവിന് കഴുകന്റെ ചിറകുകൾ നൽകണമേ. നിത്യ സംതൃപ്തിയുടെ സ്വർഗീയ ഉറവയുടെ അരികെ അങ്ങയുടെ പെസഹായുടെ സ്ഥലത്ത് സ്വർഗീയ പൗരന്മാരുടെ മേശയിൽ അങ്ങയുടെ രഹസ്യങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ തീറ്റിപ്പോറ്റണമേ. പ്രശുദ്ധമായ തിരമാലകൾ തല്ലിയടിക്കുന്ന സമുദ്രത്തിന് സദൃശമായ ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ സമാശ്വസിക്കട്ടെ. ചിരപ്രതീക്ഷിതനും സ്നേഹയോഗ്യനും അമൂല്യനുമായ കർത്താവേ, എന്ന് ഞങ്ങൾ അങ്ങയെ കാണും, എന്ന് ഞങ്ങൾ അങ്ങയെ അഭിമുഖം ദർശിക്കും, എന്ന് ഞങ്ങൾ അങ്ങയുടെ സൗന്ദര്യം കണ്ട് സംതൃപ്തരാകും. പരിഭ്രമം കൂടാതെ അങ്ങയെ ഏറ്റുപറയുന്നതിന് ഈ ഇരുണ്ട മുറിയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. മനുഷ്യ പ്രകൃതിയാകുന്ന ശൃംഖലാബന്ധിതനായ ഞങ്ങൾ എന്തു ചെയ്യും? ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നാം കർത്താവിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു നിത്യവസതിയില്ല. സ്വർഗമാണ് നമ്മുടെ ജന്മഭൂമി. അതിനാൽ ഒരു ഭാവി നഗരം നമ്മൾ അന്വേഷിക്കുകയാണ്. കർത്താവേ, ദുർബലങ്ങളായ ഈ അവയവങ്ങളെ വഹിക്കുന്നിടത്തോളം കാലം അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കർത്താവെ കൃപ ചെയ്യണമേ. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ അവിടുത്തോടു കൂടെ ഒന്നാമനാകുന്നു. ഈശോയെ, പ്രശാന്ത തീർത്ഥക, ഞങ്ങളിൽ നിന്ന് പിൻപിരിഞ്ഞു പോകല്ലേ. ഞങ്ങൾക്ക് അങ്ങയെ വേണം. ദൈവം നമ്മളെ അവിടത്തേക്കായി സൃഷ്ടിച്ചു. അവിടത്തെ കൂടാതെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല. നമുക്ക് അവിടുത്തെ ആവശ്യമാണ്. അവിടുത്തെ നാം വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഏകദൈവം അവിടുന്നാണ്. ഉയർപ്പ് തിരുക്രമങ്ങളിൽ അത്യുത്തമനായ സർവേശ്വരനെ ആത്മാവ് അതിതീഷ്ണതയോടെ അന്വേഷിക്കുന്ന ചിത്രമാണ് കാണുന്നത്. ലേഖനത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ മിശിഹായോട് കൂടെ ഉയർത്തെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. അവിടെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹ ഉപവിഷ്ടനായിരിക്കുന്നു.
ഭൂമിയിലുള്ളതിനെപ്പറ്റിയല്ല, ഉന്നതത്തിലുള്ളതിനെപ്പറ്റി ചിന്തിക്കുവിൻ. പുനരുദ്ധാനം ചെയ്ത ഈശോയോടൊപ്പം നവജീവൻ പ്രാപിക്കുന്നവർ ദൈവത്തെയും സ്വർഗീയ സത്യങ്ങളെയും കൂടുതലായി അന്വേഷിക്കുന്നു. ഭൗതിക വസ്തുക്കളിൽ നിന്നും സ്വർഗീയ വസ്തുക്കളിലേക്ക് തിരിയുന്നു. ശാരീരികമായ വിശപ്പ് ആരോഗ്യത്തിന് ലക്ഷണമാണെങ്കിൽ ആധ്യാത്മിക വിശപ്പ് പരിശുദ്ധിയുടെ ലക്ഷണമാണ്. പരിശുദ്ധിയുടെ ആത്മാവ് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ അന്വേഷിക്കുമ്പോൾ ഹൃദയതന്ത്രികൾ ചലിക്കും, ആത്മാവ് സഹിക്കും. ഇങ്ങനെയൊന്നുമല്ലെങ്കിൽ ആത്മാവിൽ പുനരുദ്ധാനത്തിൻ്റെ യാതൊരു അടയാളവുമില്ല. അത് മൃദമായ ആത്മാവാണ്. മന്ദഭക്തി നിമിത്തം ക്ഷീണിതമായി തീർന്നിരിക്കുന്നുവെന്ന് സാരം. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലെ വിജയധ്വനിയാണ് ഹല്ലേലൂയ. അതേസമയം നമ്മുടെ മന്ദഭക്തിയിൽ നിന്ന് ഉണരാനുള്ള ഒരു ആഹ്വാനമാണ്. ആത്മീയ സമരത്തിനുള്ള ഒരു കാഹളധ്വനി ഈശോയുടെ പുനരുദ്ധാനത്തിൽ ഭാഗഭാക്കുകളാകാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ആധ്യാത്മികമായി നാം എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആത്മീയ പുനരുദ്ധാനം സമ്പൂർണമായി പ്രാപിച്ചിരിക്കുന്നുവെന്ന് ആർക്ക് പറയാൻ കഴിയും? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ അനുഭവത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇവിടെ നാം ഒരു അപേക്ഷ കേൾക്കുന്നുണ്ട്. നേരം സന്ധ്യയാകാൻ പോകുന്നു, പകൽ കഴിയാറായി, ആകയാൽ ഞങ്ങളോട് കൂടി വസിച്ചാലും. കർത്താവേ, ഞങ്ങളോട് കൂടി താമസിച്ചാലും. ഇനി വേർപിരിയാത്ത വിധം ദൈവത്തെ കണ്ടെത്തിയിട്ടുള്ള ഒരാത്മാവിൻ്റെ കരച്ചിലാണിത്. എമ്മാവൂസിലെ ശിഷ്യന്മാരെ പോലെ നമുക്ക് കർത്താവിനെ അന്വേഷിച്ചു പോകാം. നമുക്ക് ജീവിതം മുഴുവനും അവിടുത്തെ പക്കലേക്കുള്ള യാത്രയാണ്. പലപ്പോഴും അവിടുത്തെ കാണാൻ സാധിക്കാതെ നാം സംതൃപ്തരുമാണ്. അവിടുത്തെ നിഗൂഢ മാർഗങ്ങൾ നാം അറിയാത്തതിനാൽ അവിടുന്ന് നമ്മളെ ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നു. ഈശോയുടെ മരണത്താൽ നഷ്ടധൈര്യരായ രണ്ട് അപ്പസ്തോലന്മാർ തങ്ങളുടെ പ്രതീക്ഷകളെല്ലാം കൂമ്പടഞ്ഞ കാര്യം ഈശോയെ അറിയിച്ചു. അവിടുന്ന് ഇസ്രായേലിനെ രക്ഷിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. അവരുടെ പ്രത്യാശ അന്തരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഈശോ സഹയാത്രികനായിരുന്നുവെന്ന് അവർ അറിഞ്ഞില്ല. ഈ അനുഭവം നമുക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തെ പ്രത്യേക വിധം എരിയിക്കും. അവിടുന്ന് മാർഗമധ്യേ നമ്മോട് സംസാരിക്കുകയും തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ചു തരികയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്നാണ് ആ രണ്ട് അപ്പസ്തോലന്മാർ ചോദിച്ചത്. ഇങ്ങനെ കർത്താവിനെ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ കാണുകയാണെങ്കിൽ, അവിടുന്ന് ഹൃദയത്തെ പ്രവർത്തിക്കുന്നതായി അനുഭവപ്പെടുകയാണെങ്കിൽ ഞങ്ങളോട് കൂടെ വസിച്ചില്ല എന്ന് നാമും പറയും. ഈ അപേക്ഷ പണ്ടേ കേട്ടുകഴിഞ്ഞു. പ്രസാദപരദൃഷ്ടിതമായ ആത്മാവിൽ ദൈവം സദാ വസിക്കുന്നുണ്ടല്ലോ. നമ്മൾ അറിയുന്നില്ലെങ്കിലും അവിടുന്ന് എല്ലായ്പ്പോഴും നമ്മളോട് കൂടെയുണ്ട്. നാമും അവിടുത്തോട് കൂടെ ഇരിക്കണം. ചിലപ്പോൾ തൻ്റെ സാന്നിധ്യം അവിടുന്ന് അനുഭവവേദ്യമാക്കുന്നുണ്ടെങ്കിൽ നാം അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയാണ്. ആകയാൽ നമുക്ക് അവിടുത്തോട് അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയോടുകൂടെ വസിക്കുന്നതിനും അങ്ങയോടുകൂടെ ജീവിക്കുന്നതിനും
ഞങ്ങളെ പഠിപ്പിക്കണമേ. വലിയ ത്രേസ്യ പുണ്യവതി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സൃഷ്ടാവേ, എൻ്റെ പിതാവേ, എൻ്റെ ശരണമേ, സത്യദൈവമേ, സത്യസഹോദര, മനുഷ്യസന്തതികളോടുകൂടി ഇരിക്കുന്നതാണ് അങ്ങയുടെ ആനന്ദമെന്ന് അങ്ങ് പറഞ്ഞു കേൾക്കുമ്പോൾ എൻ്റെ ആത്മാവ് അത്യധികം ആനന്ദിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവേ, ഈ ദൃശ്യവചനങ്ങൾ ശ്രവിച്ച ശേഷം ഏതൊരു പാപിയാണ് നിരാശപ്പെടുക? കർത്താവേ, അലോചക കൃമിയായ എന്നെ അന്വേഷിക്കുന്നത് എന്തിന്? അസാധുരായ ആത്മാക്കളിലെ എത്ര മഹാകാരുണ്യം, എത്ര അനർഹമായ അനുഗ്രഹം! എൻ്റെ ആത്മാവെ ആനന്ദിക്കുക. കർത്താവ് നിന്നിൽ ആനന്ദം കണ്ടെത്തുന്നതിനാൽ അവിടെ നിന്നല്ലാതെ മറ്റൊന്നിനും നീ ആനന്ദം കണ്ടെത്തരുത്. നിന്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നീ ആഹ്ലാദിക്കുക. ഞാൻ ലോകത്തെ ആഗ്രഹിക്കുന്നില്ല, ലൗകികമായ യാതൊന്നും ഞാൻ ഇച്ഛിക്കുന്നില്ല. അങ്ങൊഴികെ മറ്റ് യാതൊന്നും എന്നെ ആനന്ദിപ്പിക്കുന്നില്ല. മറ്റെല്ലാ വസ്തുക്കളും എനിക്ക് ഭാരമേറിയ കുരിശാണ്. എൻ്റെ ദൈവമേ, അങ്ങനെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. അതിന് ന്യായമായ കാരണവുമുണ്ട്. അങ്ങ് പ്രസാദവരം നൽകാതിരിക്കുകയോ അങ്ങയെ സ്വീകരിക്കാൻ സഹായിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പരിമിതമായ പുണ്യയോഗ്യതകളും കഴിവുകളും കൊണ്ട് എന്തു ചെയ്യാൻ കഴിയും? കർത്താവേ, അങ്ങയെ ഉപേക്ഷിക്കുക അസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് അല്പം അകന്നുപോയ ഞാൻ നിലത്ത് വീഴുകയുണ്ടായി. പല പ്രാവശ്യം അങ്ങനെ ഞാൻ വീണ് കഴിഞ്ഞിരിക്കുന്നു. കർത്താവേ, അങ്ങെന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചെങ്കിലും അങ്ങനെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. കൈ നീട്ടി അങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, അങ്ങയ്ക്ക് എല്ലാം അറിയാമല്ലോ. എൻ്റെ മഹാനീചത്വം സ്മരിക്കണമേ. എൻ്റെ ബലഹീനതയെ വീക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ മാത്രം അന്വേഷിച്ച് കണ്ടെത്താൻ ഞങ്ങളോട് കൃപ ചെയ്യണമേ. മഗ്ദലന മറിയത്തെ പ്രത്യക്ഷപ്പെട്ട ഈശോയിലേക്ക് കടന്നു വരാം. എത്രയും ഹൃദയസ്പർശകമായ ഒരു വിവരണം. ദൈവസ്നേഹപൂരിതമായിട്ടാണ് മറിയ പ്രത്യക്ഷപ്പെടുന്നത്. കുഴിമാടത്തിലെത്താറായപ്പോൾ തന്നെ അവൾ കണ്ടു ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റിയിരിക്കുന്നുവെന്ന്. അവർ കർത്താവിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അതായിരുന്നു അവളുടെ ഉത്കണ്ഠ. ആരാണ് അവിടുത്തെ എടുത്തുകൊണ്ട് പോയത്? എവിടെ കൊണ്ടുപോയി ഇട്ടിരിക്കും? കാണുന്നവരോടൊക്കെ അവളുടെ ചോദ്യം ഇവയാണ്. എല്ലാവർക്കും തന്നെ പോലെ തന്നെ ഉത്കണ്ഠയുണ്ടെന്നാണ് അവളുടെ വിചാരം. തന്നെ പോലെ തന്നെ ഓടി വന്നിരുന്ന പത്രോസിനോടും യോഹന്നാനോടും അവൾ അതുതന്നെ ചോദിച്ചു. അതുതന്നെ മാലാഖമാരോടും ഈശോയോട് തന്നെയും അവൾ ചോദിച്ചു. ശവകുടീരം തുറന്നു കിടക്കുന്നതായി കണ്ട ഇതര സ്ത്രീകളും വിവരം സ്ത്രീഹന്മാരെ അറിയിക്കാൻ പോയി. എന്നാൽ മഗ്ദലേന അവരേക്കാൾ ശീഘ്രത്തിൽ പാഞ്ഞു. വിവരം അപ്പോസ്തലന്മാരെ അറിയിച്ച ശേഷം അവൾ ഒഴിഞ്ഞുകിടന്നിരുന്ന കുഴിമാടത്തിലേക്ക് മടങ്ങി. സ്നേഹമാണ് തന്നെ വീണ്ടും കുഴിമാടത്തിലേക്ക് നയിച്ചതെന്ന് അവൾ മനസ്സിലാക്കിയില്ല. എന്നാൽ സ്നേഹമാണ് അവളെ കുഴിമാടത്തിൽ തങ്ങി നിൽക്കാൻ ഇടയാക്കിയതും എന്തും സഹിച്ച് അവിടുത്തെ ശരീരം കണ്ടുപിടിക്കാൻ പ്രേരിപ്പിച്ചതും. അവൾ മാലാഖമാരെ കണ്ടപ്പോൾ ഇതര സ്ത്രീകളെ പോലെ ഭയപ്പെട്ടില്ല. അതിനവൾക്ക് അത്ഭുതമൊന്നും തോന്നിയുമില്ല.
സങ്കടത്തിൻ്റെ ആധിക്യത്തിൽ മറ്റ് വികാരങ്ങൾ പൊന്തി വന്നില്ല. സ്ത്രീ എന്തിനു കരയുന്നു എന്ന് മാലാഹമാർ ചോദിച്ചപ്പോൾ അവൾക്ക് ഒരു ഉത്തരമേയുള്ളൂ. അവർ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. അവിടുത്തെ അവരെവിടെ വെച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നീട് ഈശോ തന്നെ അവളോട് അതേ ചോദ്യം ചോദിച്ചു. ചിന്താമഗ്നയായ മറിയം അവിടുത്തെ തിരിച്ചറിഞ്ഞില്ല. അത് ഉദ്യാനപാലകനായിരിക്കുമെന്ന് കരുതി അവൾ അവിടുത്തോട് പറഞ്ഞു, താങ്കളാണ് അവിടുത്തെ എടുത്തുകൊണ്ടുപോയതെങ്കിൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഈശോയെ കണ്ടുപിടിക്കാനുള്ള ബദ്ധപ്പാടിൽ അവൾ ഈശോയുടെ പേര് പറയാൻ വിട്ടുപോയി. എല്ലാവരും അവിടത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവളുടെ വിചാരം. തന്നിമിത്തം ഈശോയുടെ പേര് പറയാതെ തന്നെ കാര്യം സ്പഷ്ടമാകുമെന്നാണ് അവളുടെ ബോധ്യം. ദൈവസ്നേഹം ഒരു ഹൃദയത്തെ സ്വായത്തമാക്കി കഴിഞ്ഞാൽ മറ്റു സ്നേഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നെ സ്ഥാനമില്ല. എല്ലാ കാര്യങ്ങളിലും ആത്മാവ് ദൈവത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കും. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ഒരാത്മാവ് ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ അവളുടെ പ്രിയൻ അവളെ കൂടുതലായി അന്വേഷിക്കും. വളരെയേറെ സ്നേഹത്തോടെ മറിയം കർത്താവിനെ അന്വേഷിച്ചു. കർത്താവ് അവളെയും അന്വേഷിക്കുന്നു. മറിയം അവിടുന്ന് അവളെ വിളിച്ചു. ഈശോ ഉയർത്തെഴുന്നള്ളിയെങ്കിലും അവിടുന്ന് നല്ല ഇടയൻ തന്നെയാണ്. അവിടുന്ന് ആടുകളെ നേരിട്ടറിയും. അവിടുന്ന് ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. അവിടുത്തെ സ്വരം തിരിച്ചറിഞ്ഞ് ആളുകൾ അവിടുത്തെ അനുഗമിക്കുന്നു. കർത്താവ് തൻ്റെ പേര് വിളിച്ചപ്പോൾ മറിയം കർത്താവിനെ തിരിച്ചറിഞ്ഞു. ഗുരു, അവൾ പ്രതിവചിച്ചു. മറിയം വീണ്ടും ഈശോയുടെ പാദത്തിങ്കൽ വീണു. അതാണ് അവൾക്ക് പ്രിയപ്പെട്ട സ്ഥലം. ബഥാനിയായി ഈശോ പോയപ്പോഴും ശിമിയോന്റെ വിരുന്നുശാലയിലും മറിയം ഈശോയുടെ പാദാധികത്തിലാണ് ചെലവഴിച്ചത്. പീഡാനുഭവത്തിന് തൊട്ടു മുമ്പേ സാമ്പത്ത് ദിവസം മറിയം കർത്താവിൻ്റെ പാദങ്ങളിൽ സുഗന്ധദ്രാവകം ഒഴുക്കിയതും അനുസ്മരണീയമാണ്. കുരിശിന്റെ ചുവട്ടിലാണ് പിന്നീട് അവരെ നാം കാണുന്നത്. ക്രൂശിതനിൽ നിന്ന് പിരിഞ്ഞു പോരാനുള്ള വൈമനസ്യം കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ അവളിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളും വിസ്മരിച്ച് കുരിശിൻ്റെ കടയ്ക്കൽ അവളെ ഇരുത്തിയത് സ്നേഹമാണ്. മറിയം കർത്താവിനെ അന്വേഷിക്കുന്നു. അവിടുന്ന് മാത്രം മതി അവൾക്ക്. ശേഷമൊന്നും അവളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നില്ല. മറിയം അവിടുത്തെ തൃപ്പാദങ്ങളിൽ ധ്യാനനിരതിയായി കഴിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈശോ ശാന്തമായി പറഞ്ഞു, എന്നെ സ്പർശിക്കരുത്. സംശയം വിന കർത്താവ് തന്നെ വെളിപ്പെടുത്തി. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് സ്വയം നൽകുന്നു. എന്നാൽ സദാ അവിടുന്ന് ദൈവമാണ്, അനഭിഗമ്യനാണ്. അതിനാൽ അവിടുന്ന് ഉറപ്പിച്ചു പറഞ്ഞു, എന്നെ തൊടരുത്. ദൈവവുമായി അടുത്ത് സമ്പർക്കം പാലിക്കുവാൻ കഴിയുമ്പോഴും അവിടുത്തെ അനന്തത സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അകലം നാം വിസ്മരിക്കരുത്. ആകയാൽ ഒരാത്മാവ് എത്ര കണ്ട് ദൈവത്തോട് അടുക്കുന്നുവോ അത്ര കണ്ട് ദൈവത്തിൽ നിന്നുള്ള ദൂരം സുഗ്രഹമാകുന്നു. സ്നേഹവും ശരണവും ഉദ്ഭൂതമാകുന്നതോടൊപ്പം ദൈവത്തിൻ്റെ അനന്തപ്രതാപത്തോട് ബഹുമാനം തോന്നുന്നു. മഗ്ദലേന മറിയത്തോട് ഈശോ ചോദിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നു,
നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? ഞങ്ങൾ അങ്ങയെ മാത്രം അന്വേഷിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? മറ്റ് ഫത്ത് സ്ത്രീകൾക്ക് പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് തന്നെ അധികം സ്നേഹിച്ചിരുന്ന മറിയ മഗ്ദലനായിക്ക് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. കർത്താവിനെ അതിവേഗം കാണാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം അവിടുത്തെ അധികം സ്നേഹിക്കണം. വളരെയേറെ സ്നേഹത്തോടെ അവിടുത്തെ നാം അന്വേഷിക്കണം. ജോർദാനോ പുണ്യാളിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി ഗ്രഹിച്ചിരിക്കുന്നത് എത്ര നല്ലവും സൗഭാഗ്യകരവും അഭികാമ്യവുമാണ്. പ്രസ്തുത സ്നേഹത്തിന്റെ രശ്മികൾ കൊണ്ട് എല്ലാ ദിവസവും എൻ്റെ ഹൃദയത്തെ ഉദ്ദീപിപ്പിക്കുക. എൻ്റെ മനസ്സിൻ്റെ അന്ധകാരം നീക്കുക. എൻ്റെ ഹൃദയത്തിലെ രഹസ്യ കോണുകൾ അങ്ങ് പ്രകാശിപ്പിക്കുക. എൻ്റെ ബുദ്ധിയെ ഉജ്ജ്വലിപ്പിച്ച് ശക്തിപ്പെടുത്തുക. എൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക. കർത്താവായ ഈശോ മിശിഹായി, അങ്ങയുടെ കാരുണ്യം എത്ര ആർദ്രം, അങ്ങയുടെ സ്നേഹം എത്ര തീവ്രവും മധുരവും. അങ്ങയെ ഒഴികെ മറ്റൊന്നിനെയും സ്നേഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തവരുടെ മേൽ അങ്ങയുടെ സ്നേഹം അങ്ങ് വർഷിക്കുന്നു. ആദ്യമായി അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ക്ഷണിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി വലുതാണ്. തന്നിമിത്തം അങ്ങ് ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹ തീവ്രതയല്ലാതെ മറ്റ് യാതൊന്നും ഞങ്ങളെ ആകർഷിക്കുകയോ ആനന്ദിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മന്ദമായിരുന്ന ഹൃദയം ഉജ്ജ്വലിപ്പിക്കുന്നു. തീഷ്ണതയുള്ള ഹൃദയം അങ്ങയുടെ സ്നേഹ വിഷയമായിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തീഷ്ണതരമായി തീരുന്നു. എത്രയും പ്രിയപ്പെട്ട ഈശോ കർത്താവേ, അവർണ്ണനീയമാവിധം അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നീചപാപിയായി ഞാൻ അങ്ങയുടെ ഉജ്ജ്വല സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല. ഇരുമ്പും കരിങ്കല്ലും ചേർന്നതാണ് എൻ്റെ ഹൃദയം. അങ്ങയുടെ സ്നേഹം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങയെ സ്നേഹിക്കുവാൻ മനസ്സില്ല. എത്രയും കാരുണ്യവാനായ ഈശോ കർത്താവേ, അങ്ങൻ്റെ സഹായത്തിന് വരിക. എത്രയും മാധുര്യമുള്ള അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ വിപ്ലവകാരിയായ എൻ്റെ ആത്മാവിനെ കൊണ്ട് അങ്ങയെ സ്നേഹിപ്പിക്കുക. ഞാൻ അങ്ങയെ സമാധാനപൂർവം ശുശ്രൂഷിച്ച് അന്ത്യമില്ലാത്ത സ്നേഹജീവിതത്തിലേക്ക് എത്തിച്ചേരട്ടെ. കാരുണ്യവാനായ നല്ല തമ്പുരാനെ, ഉയർപ്പിൻ്റെ മഹത്വത്തിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഓർക്കുവാൻ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ വാഴ്ത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈശോയെ, അങ്ങയുടെ സ്നേഹം എത്രയോ വിസ്മയാവഹമാണ്. ഞങ്ങൾക്ക് എന്തു യോഗ്യതയുണ്ടായിട്ടാണ് അങ്ങ് ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചത്? മഗ്ദലന മറിയം സ്വയം താഴ്ത്തി വിനീതയായി തൻ്റെ പാപഭാരമെല്ലാം അങ്ങയുടെ തൃപ്പാദത്തിൽ കാഴ്ചവെച്ചുവെങ്കിൽ ഈശോയെ, ഞങ്ങൾ പലപ്പോഴും അതിൽ പരാജയപ്പെട്ടു പോവുകയാണോ? ഞങ്ങളുടെ അഹങ്കാരം ഞങ്ങളുടെ പാപ അവസ്ഥകളെ മനസ്സിലാക്കുവാൻ തടസ്സമായി നിൽക്കുകയാണോ?
അറിയില്ല ഈശോയെ. അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധ അമ്മയെപ്പോലെയും വിശുദ്ധാത്മാക്കളെ പോലെയുമൊക്കെ അങ്ങയെ ശുശ്രൂഷിക്കുവാൻ, അങ്ങയെ അതീവ തീഷ്ണതയോടെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളാണോ, കുറവുകളാണോ, അല്ലെങ്കിൽ അങ്ങ് ഞങ്ങളോട് കാണിച്ചിട്ടുള്ള അവർണ്ണനീയമായ സ്നേഹത്തെ സ്മരിക്കാത്തതുകൊണ്ടാണോ, എന്തുകൊണ്ടെന്നറിയില്ല, ഞങ്ങൾക്ക് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ അനുഗമിക്കുവാൻ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഈ അവസ്ഥയിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥകളെയും, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തെയും, നാടിനെയും, ഇടവകയും, രാഷ്ട്രത്തെയും, തിരുസഭയും അല്ല, ലോകം മുഴുവനെ തന്നെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ പലതും ഭൗതികമായിരിക്കാം. പക്ഷേ ആ ആവശ്യങ്ങളിൽ ഞങ്ങൾ അറിയാതെ കുടുങ്ങിപ്പോവുകയാണ്. ഈശോയെ, കരുണയായിരിക്കണമേ. കരുണയുടെ ദിവസങ്ങളിലൂടെയാണല്ലോ ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ഫൗസ്തീന പുണ്യവതിക്ക് കരുണയുടെ എത്രയോ വിസ്മയാവഹമായ അറിവുകളാണ്, അല്ലെങ്കിൽ ദർശനങ്ങളാണ് അങ്ങ് നൽകിയത്. ഒരാത്മാവിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകുവാൻ അങ്ങ് എത്ര മാത്രമാണ് സഹിക്കുന്നത്. പക്ഷേ ഇതൊന്നും പ്രയോജനപ്പെടുത്തുവാൻ തക്ക എളിമയോ ബോധ്യമോ സഹകരണമോ ഒന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ നൽകുന്നില്ല. ഒന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, ദയാപൂർവം ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ദയാപൂർവം ഞങ്ങളുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയണമേ. ഉയർപ്പിൻ്റെ മഹത്വം ശരിയായി ഗ്രഹിക്കുവാൻ, ആ പ്രത്യാശ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ, ശിഷ്യന്മാരെ പോലെ, മഗ്ദലന മറിയത്തെ പോലെ, എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ പോലെ അങ്ങയെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ കൂടെയായിരിക്കുവാൻ ഞങ്ങൾക്കും അങ്ങ് ഇടവരുത്തണമേ. ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകി. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അയോഗ്യരാണ്, പാപികളാണ്, ബലഹീനരാണ്, കുറവുകൾ മാത്രമുള്ളവരാണ്. എങ്കിലും അങ്ങ് ഞങ്ങളെ പരിഗണിച്ചുവല്ലോ. എങ്കിലും അങ്ങ് ഞങ്ങളെ മാനിച്ചുവല്ലോ. എങ്കിലും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. ഈ അവർണ്ണനീയമായ സ്നേഹത്തിന് ഞങ്ങൾ എങ്ങനെയാണ് ഈശോയെ പ്രതിനിധി നൽകേണ്ടത്? അങ്ങേക്ക് ഏൽപ്പിക്കപ്പെടുന്ന എല്ലാ നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി ഈശോയെ ഈ ആരാധന മണിക്കൂറുകളെ
അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊത്തു വസിച്ചാലും നാഥ, ഞങ്ങളോടൊത്തു വസിച്ചാലും ഒരു കൂടാരം ഞാൻ നിനക്കായി തീർത്തിടാം. ഹൃദയമാം എമ്മാവൂസി നാഥ, ഞങ്ങളോടൊത്തു വസിച്ചാലും ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിടുന്നു ഞങ്ങൾ. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിടുന്നു ഞങ്ങൾ. ഉത്ഥിതനായി നീ എഴുന്നള്ളുമ്പോഴെൻ ഉൾക്കണ്ണിൻ മറ നീക്കണേ.
നാഥ വിശ്വാസദീപം തെളിക്കേണമേ. ഉത്തിതനായി നീ എഴുന്നള്ളുമ്പോഴെന്നുൾക്കണ്ണിൻ മറ നീക്കണേ. നാഥ വിശ്വാസദീപം തെളിക്കേണമേ. ശാന്തിതൻ പകലും അസ്തമിക്കുമ്പോൾ, ശാന്തിതൻ പകലും അസ്തമിക്കുമ്പോൾ, യേശുവേ നീ കൂടെ വാഴേണമേ. നയിക്കേണമേ, വന്നു നിറയേണമേ. തിരുവോസ്തിയായി എന്നിലലിയേണമേ. നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. അന്നാ താബോറിൻ തിരുമുഖശോഭ ഇന്നീ തിരുവോസ്തിയിൽ കാണാൻ പുണ്യമായെന്തു ഞാൻ ചെയ്തു നാഥ. അന്നാ താബോറിൻ തിരുമുഖശോഭ ഇന്നീ തിരുവോസ്തിയിൽ കാണാൻ പുണ്യമായെന്തു ഞാൻ ചെയ്തു നാഥ. കാൽവരിക്കുന്നിലെ കാരുണ്യമോർത്ത്, കാൽവരിക്കുന്നിലെ കാരുണ്യമോർത്ത്, കാലങ്ങൾ നിന്നെ നമിക്കുന്നിതാ. നയിക്കേണമേ, വന്നു നിറയേണമേ. തിരുവോസ്തിയായി എന്നിലലിയേണമേ. നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. ഒരു കൂടാരം ഞാൻ നിനക്കായി തീർത്തിടാം, ഹൃദയമാം എമ്മാവൂസിൽ. നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിടുന്നു ഞങ്ങൾ. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിടുന്നു